ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു നോമ്പിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ നാം ഈ വചനധ്യാനത്തിന് ഒരുങ്ങുന്നത്. നോമ്പിനെ കുറിക്കുന്ന ലെൻറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ഉത്ഭവം ലെങ്ടൺ എന്ന ആംഗ്ലോ സാക്സൺ പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം വസന്തമെന്നാണെന്നും അതുകൊണ്ട് തന്നെ നോമ്പുകാലം ഒരർത്ഥത്തിൽ പൂവിടും കാലമാണെന്നുമൊക്കെ നാം സാധാരണ കേൾക്കാറുണ്ട്. തീർച്ചയായും ഒരു മനുഷ്യായുസിൻ്റെ സാധ്യതകളെ തിരിച്ചറിയുന്നതിനും സ്വയം പൂത്തുലയുന്നതിനും ചുറ്റുപാടുകൾക്ക് പരിമളം പകരുന്നതിനുമുള്ള നല്ല അവസരമാണ് നോമ്പ് എന്ന വസന്തകാലം. എന്നാൽ വസന്തം ഒരിക്കലും വഴിതെറ്റിയെത്തുന്ന ഒരതിഥിയല്ല. ശിശിരം പാകപ്പെടുത്തിയ പരിസരത്തിലേക്കാണ് വസന്തം വിരുന്നെത്തുന്നത്. അങ്ങനെയെങ്കിൽ വസന്തത്തിൻ്റെ മുന്നോടിയായ ശിശിരത്തിൻ്റെ പ്രാധാന്യവും നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. നാം ധ്യാനിക്കുന്ന വേദഭാഗം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് സക്കായി എന്ന യേശുവിനെ കാണാൻ ആഗ്രഹിച്ച ചുങ്കക്കാരനെയാണ്. സക്കായിയുടെ ജീവിതത്തിലെ ശിശിരത്തിൻ്റെയും വസന്തത്തിൻ്റെയും അനുഭവങ്ങളെ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. ഒന്നാമതായി, എന്തായിരുന്നു സക്കായിയുടെ ജീവിതത്തിലെ ശിശിരത്തിൻ്റെ അനുഭവം? ശിശിരമെന്നാൽ ഇലപൊഴിയുന്ന കാലമാണ്. വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളെ അത് വല്ലാതെ അനാവൃതമാക്കാറുണ്ട്. ഒരു തരത്തിൽ പബ്ലിക്കിന് മുമ്പിൽ എക്സ്പോസ്ഡായിത്തീരുന്ന ഒരനുഭവമാണത്. തലയെടുപ്പോടെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഇലച്ചാർത്തുകളെല്ലാം നഷ്ടപ്പെട്ട് സമൂഹമധ്യേ അനാവരണം ചെയ്യപ്പെടുന്ന, തുറന്നു കാട്ടപ്പെടുന്ന ഒരനുഭവമാണത്. ക്രിസ്താനുഭവം സക്കായിക്ക് സമ്മാനിക്കുന്നതും ഇതുതന്നെയാണ്. 8-ാം വാക്യത്തിൽ സക്കായി നടത്തുന്ന ചില പ്രഖ്യാപനങ്ങൾക്ക് ഒരു ഏറ്റുപറച്ചിലിൻ്റെ ധ്വനിയുണ്ട്. അതെ, നിങ്ങൾ ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ സമൂഹമധ്യേ അനാവരണം ചെയ്യപ്പെടുന്നു, തുറന്നു കാട്ടപ്പെടുന്നു. നിങ്ങളുടെ ആടകളും ആവരണങ്ങളും നഷ്ടപ്പെട്ട് നിങ്ങൾ നഗ്നരാക്കപ്പെടുന്നു. അതല്ല മറിച്ച് നിങ്ങളുടെ രഹസ്യാത്മക ഇടപാടുകളും സ്വകാര്യ സുഖഭോഗങ്ങളുമൊക്കെ മറച്ചു വയ്ക്കുവാൻ തക്കവണ്ണം ആചാരങ്ങളെയും മതത്തെയും ആത്മീയതയുമൊക്കെ കൊണ്ടു നടക്കുവാൻ നിങ്ങൾക്കിന്നും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ അഭിമുഖീകരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. രണ്ടാമതായി, എന്തായിരുന്നു സക്കായിയുടെ ജീവിതത്തിലെ വസന്തത്തിൻ്റെ അനുഭവം? 9-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ശിശിരം ജീവനെ കെടുത്തുന്ന കാലഘട്ടമല്ല, മറിച്ച് പുതുനാമ്പുകൾക്കും പുതു ഇതളുകൾക്കും വഴിയൊരുക്കുന്ന ധ്യാനത്തിൻ്റെ വാൽമീകമാണ് അത്. തൻ്റെ സാമൂഹിക ബന്ധത്തിലെ അതീശത്വ ഭാവവും സാമ്പത്തിക ഇടപാടുകളിലെ ചൂഷണ മനോഭാവവുമൊക്കെ ഏറ്റുപറയുന്ന സക്കായി വളരെ ക്രിയാത്മകമായി അവയെ തിരുത്താനൊരുങ്ങുന്നതിലൂടെ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത അവിടെ തുറന്നിടുകയാണ്. അവൻ കാണാതെ പോയവനായിരുന്നു സത്യം, എന്നാൽ അതിലുപരി അവനും അബ്രഹാമിൻ്റെ മകനായിരുന്നു. ആ പ്രയോഗത്തിന് ഒരു വംശീയതയുടെ ചുവയല്ല നമുക്കവിടെ കാണാൻ കഴിയുന്നത്, മറിച്ച് ഒരു വിശ്വാസത്തിൻ്റെ പിന്തുടർച്ചയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ആ പ്രയോഗം നൽകുന്നത്. എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് നന്മയുടെ നറുവെളിച്ചം ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ്. എത്ര കണ്ട് അതിൽ നിന്നൊക്കെ അകന്നുപോയി എന്ന് പറഞ്ഞാലും ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത എപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇവിടെ സക്കായി സ്വയം തിരിച്ചറിയുന്നതിലൂടെ തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന വസന്തത്തെ ഒരു നിറച്ചാർത്തായി പുറത്തെടുത്ത് ഈ സമൂഹത്തിലേക്ക് വാരി വിതറുകയാണ് ചെയ്യുന്നത്. അയ്യപ്പ പണിക്കരുടെ ഒരു കവിതാശകലം ഇങ്ങനെയാണല്ലോ: വിഷുക്കാലമല്ലേ, കണിക്കൊന്നയല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. ഈ നോമ്പുകാലം യഥാർത്ഥ ക്രിസ്താനുഭവം നമുക്ക് സമ്മാനിക്കട്ടെ. ക്രിസ്താനുഭവം നമ്മെ അനാവൃതമാക്കട്ടെ. പൂവിടുന്ന, പരിമളം പരത്തുന്ന, പരാഗണം ഉറപ്പാക്കുന്ന വസന്തമാകട്ടെ അതിനോടുള്ള നമ്മുടെ പ്രതികരണം. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.